നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തന്നെ അതിൻ്റെ തന്നെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം നമുക്ക് നോക്കാം. പുല്ലിംഗ ശബ്ദം ഏഷഹ, അവിടെ എഴുതിയിട്ടുണ്ട് സമീപേ. അടുത്താണെങ്കിൽ നമ്മൾ ഏഷഹ, ഇത് ഏകവചനമാണ്. ദ്വിവചനത്തിന് ഏതൗ, ഏതൗ. ബഹുവചനത്തിന് ബഹുവചനം ഏതേ, സമീപത്തിലുള്ള. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടെങ്കിൽ ഏഷഹ സ്യൂതഹ, ഒരു ബാഗ്, ഈ ബാഗ്. ഏതൗ സ്യൂതൗ, ഈ രണ്ട് ബാഗുകൾ. ഇനി ഒരുപാട് ബാഗുകളുണ്ട്. ബാഗ് കച്ചവടക്കാരൻ ഷോപ്പിൽ പോയിട്ട് ചോദിക്കാണ്, അപ്പം ഈ ബാഗുകൾ ഏതേ സ്യൂതാഹ എന്ന് പറയും. ഇനി അത് ദൂരെയാണ് ഇരിക്കുന്നത്. സഹ നമ്മൾ കണ്ടു. തൗ ദ്വിവചനത്തിന്, തൗ സ്യൂതൗ, ആ രണ്ട് ബാഗുകൾ. പിന്നീട് ഒരു ബാഗ് ഉള്ളെങ്കിൽ സഹ സ്യൂതഹ, ഒരു ബാഗ്. ഒരുപാട് ബാഗുകൾ ഉണ്ടെങ്കിൽ തേ സ്യൂതാഹ, ദൂരെ. നീ ഇങ്ങനത്തെ സമീപേ, ദൂരത്തിൽ അർത്ഥത്തിലും ഈ ഏഷഹ സഹ എന്ന് ഉപയോഗിക്കും. അല്ലാതെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. രാമഹ അസ്തി, രാമൻ ഉണ്ട്. അസ്തി നമ്മൾ പദം കണ്ടിട്ടുണ്ട്, ക്രിയാപദം. രാമൻ ഉണ്ട്. സഹ വിദ്യാലയം ഗച്ഛതി, അവൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു. പോകുന്നു വർത്തമാനകാല ക്രിയയാണ്, പോകുന്നു. ഇപ്പം നമ്മൾ രാമഹ അസ്തി, രാമഹ വിദ്യാലയം ഗച്ഛതി എന്ന് പറയുന്നതിന് പകരം അവൻ. ഇപ്പം രാമനുണ്ട്, അവൻ വിദ്യാലയത്തിൽ പോകുന്നു. അപ്പം ആ അവൻ എന്ന് പറയുന്നതിന് പകരമാണ് സഹ, സഹ വിദ്യാലയം ഗച്ഛതി. ഇനി അതേ സ്ത്രീലിംഗമാണെങ്കിലോ, സീത അസ്തി, സീത ഉണ്ട്. അവൾ, സാ വനം ഗച്ഛതി, അവൾ വനത്തിലേക്ക് പോകുന്നു. പോകുന്നു വർത്തമാനകാല ക്രിയാപദം. വിമാനം അസ്തി, ഇത് രാമഹ ശബ്ദം പുല്ലിംഗ ശബ്ദം, സീത സ്ത്രീലിംഗ ശബ്ദം, വിമാനം നപുംസകലിംഗ ശബ്ദം. വിമാനം അസ്തി, അത്, അത് കേരളത്തിലേക്ക് പോകുന്നു. അപ്പൊ തത് കേരളം ഗച്ഛതി. അപ്പൊ ആ അങ്ങനെ വരുമ്പോഴും ഈ സഹ സാ തത് എന്ന പ്രയോഗങ്ങൾ ചെയ്യും. ഇനി നമുക്കൊരു സംഭാഷണം കേൾക്കാം. സംസ്കൃത കക്ഷ്യ, സംസ്കൃത കക്ഷ്യയാണ്. കക്ഷ്യ ഇങ്ങനെ എഴുതും. സംസ്കൃത ക്ലാസ് ആണ്. അപ്പം ഇതും സംസ്കൃത ക്ലാസ് ആണല്ലോ. അപ്പം സംസ്കൃത ക്ലാസ്സിൽ ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പം ആചാര്യനുണ്ട്, ശിഷ്യ, ആചാര്യ ശിഷ്യ, രണ്ടും പുല്ലിംഗ ശബ്ദങ്ങളാണ്. അപ്പം ആചാര്യൻ ചോദിക്കുകയാണ്, ഏഷഹ കഹ, ഏഷഹ കഹ. ഇത് ആരാണ്? പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഏഷഹ എന്ന് വന്നത്. ഏഷഹ പുല്ലിംഗ ശബ്ദം, അതുകൊണ്ട് അതിൻ്റെ ചോദ്യമുള്ള ശബ്ദവും പുല്ലിംഗം. കഹ, കഹ, കാ, കിം. ഇപ്പം ഏഷഹ കഹ. ഇപ്പം ശിഷ്യൻ ഉത്തരം പറയാണ്, ഏഷഹ കുംഭകാരഃ, കുംഭകാരൻ. കുംഭം കരോതി ഇതി കുംഭകാര, കുംഭത്തെ ചെയ്യുന്നവൻ, ചെയ്യുന്നവൻ കുംഭകാരഃ. നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? കുലാലൻ, കുലാലൻ, മൺകുടം ഉണ്ടാക്കുന്നവൻ. കുംഭകാരഃ, കുംഭം ചെയ്യുന്നവൻ, കുംഭകാരഃ. ഏഷഹ കുംഭകാരഃ. അപ്പൊ ചോദിക്കുകയാണ് ആചാര്യൻ, ചോദ്യം ചോദിക്കുകയാണ്, ഏഷഹ കിം കരോതി, എന്ത് ചെയ്യുന്നു? ഏഷഹ കിം കരോതി. അപ്പൊ കിം എന്നുള്ള ചോദ്യം നപുംസകമാണോ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? നപുംസകലിംഗം. കഹ എന്ന് പറയുമ്പോൾ പുല്ലിംഗം, കാ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം, കിം എന്ന് പറയുമ്പോൾ നപുംസകം. അപ്പം പദം നപുംസകമാകണം എന്നില്ല. പക്ഷേ നപുംസകലിംഗത്തിന്റെ രണ്ടാമത്തെ, നപുംസമല്ല പുല്ലിംഗത്തിന്റെ രണ്ടാമത്തെ വിഭക്തിയുമാകാം. രണ്ടാമത്തെ വിഭക്തി നമ്മൾ കണ്ടു, സബ്ജക്റ്റ് പ്രഥമ വിഭക്തിയിൽ, ഒബ്ജക്റ്റ് രണ്ടാമത്തെ വിഭക്തിയിലായിരിക്കും, ദ്വിതീയ വിഭക്തിയിൽ. അത് നമുക്ക് നോക്കാം. അപ്പൊ ഏഷഹ കിം കരോതി, കുംഭകാരഃ കിം കരോതി. അപ്പോൾ സഹ, ശിഷ്യൻ പറയാണ്, സഹം സഹ കിം കരോതി, കുംഭം കരോതി.
കുംഭം കരോതി അല്ലെങ്കിൽ ഘടം കരോതി. ഘടം സഹ ഘടം കരോതി. ഇവിടെ കരോതി എന്ന് പറഞ്ഞാണ് ക്രിയാപദം. ആര് ചെയ്യുന്നു? സഹ കരോതി. അപ്പൊ ഇവിടെ സഹ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ആരാണ് സഹ? ഇതിന് മുൻപത്തെ സെന്റൻസിൽ പറഞ്ഞു ഏഷഹ കുംഭകാരഹ. അപ്പൊ കുംഭകാര ഇവിടെ പറഞ്ഞതുപോലെ രാമഹ അസ്തി ഏഷഹ കുംഭകാരഹ ഫുൾ സ്റ്റോപ്പ് അവൻ സഹ ഘടം കരോതി. ഇതാണ് സബ്ജക്റ്റ്. അപ്പൊ ഇത് പ്രഥമ വിഭക്തിയില് കുംഭകാരൻ എന്ത് ചെയ്യുന്നു? ഘടം കരോതി. അപ്പൊ ഘടം എന്നുള്ളത് ദ്വിതീയ വിഭക്തി. ഈ ഘടം എന്നുള്ള ശബ്ദത്തിന്റെ ഒറിജിനൽ എന്താണ്? ഘടഹ. അപ്പോ ഘടഹ പ്രഥമ വിഭക്തിയും ഘടം ദ്വിതീയ വിഭക്തി. ഘടത്തിനെ ചെയ്യുന്നു. സഹ ഘടം കരോതി. ശരി, ഇനി അടുത്ത ചോദ്യം. സഹ കീദൃശം ഘടം കരോതി. കീദൃശം എന്ന് വെച്ചാൽ എങ്ങനെയുള്ള. സഹ കീദൃശം. കീദൃശം ഘടം എന്ന് വന്നതുകൊണ്ട് കീദൃശം എന്ന് വന്നു. ഇപ്പൊ ഘടഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീദൃശഃ ഘടഹ. ഇവിടെ ഘടം ദ്വിതീയ ആയതുകൊണ്ട് ഇതും കീദൃശം ഘടഹ ഘടം കരോതി. എങ്ങനെയുള്ള ഘടമാണ് ചെയ്യുന്നത്? ഇപ്പൊ ശിഷ്യൻ ഉത്തരം പറയാം. സഹ സ്ഥൂലം ഘടം കരോതി. സ്ഥൂലം എന്ന് വെച്ചാൽ സ്ഥൂലമായ സോളിഡായ ഘടമാണ് ഉണ്ടാക്കുന്നത്. സ്ഥൂലം ഘടം കരോതി. ശരി, സഹ കയാ ഘടം കരോതി. എന്തുകൊണ്ടാണ് ഘടം ചെയ്യുന്നത്? എന്ത് വെച്ചിട്ടാണ്? കയാ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനുണ്ട്, പഠിച്ചിട്ടില്ല. എന്ത് ഉപയോഗിച്ചാണ്? കാ എന്ന പദം ഉണ്ടല്ലോ, സ്ത്രീലിംഗത്തിന്റെ കാ. ക്വസ്റ്റ്യൻ ചോദ്യമാണല്ലോ. കഹ പുല്ലിംഗം, സ്ത്രീലിംഗം കാ, നപുംസകലിംഗം കിം. കാ എന്ന ശബ്ദത്തിന്റെ മൂന്നാമത്തെ വിഭക്തിയാണ് കയാ. അപ്പൊ എന്ത് വെച്ചിട്ടാണ്, എന്തിനാലാണ് ഘടം ചെയ്യുന്നത്? എന്തായിരിക്കും ഉത്തരം? മണ്ണ്. മണ്ണ് കൊണ്ടാണ് ഘടം ചെയ്യുന്നത്. മണ്ണിന് മൃത്തിക എന്ന് പറയും. ഇപ്പോൾ ഒരു ഉപനിഷത്തുണ്ട്, ചാന്തോഗ്യ ഉപനിഷത്ത്. ചാന്തോഗ്യ ഉപനിഷത്തിൽ പറയാണ് എല്ലാം മൃത്തികേത്യവ സത്യം, മൃത്തിക ഇത്യവ സത്യം. മണ്ണ് മാത്രമാണ് സത്യം. മൺകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാത്രങ്ങളുടെ എല്ലാം സത്യം എന്താണ്? മണ്ണ് മാത്രം. മൃത്തികയാ ഘടം കീദൃശം. എന്തുകൊണ്ടാണ് ഘടം ചെയ്യുന്നത്? മൃത്തികയാ. കയാ മൃത്തിക എന്ന ശബ്ദം കാ കയാ മൃത്തിക മൃത്തികയാ. മൃത്തിക എന്ന് പറയുമ്പോൾ മണ്ണ്. അപ്പൊ മണ്ണ് കൊണ്ടാണ് ഘടം കരോതി. സഹ മൃത്തികയാ ഘടം കരോതി. ഇനി ആചാര്യൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഏതൗ കൗ. ഏതൗ ഏതൗ പുല്ലിംഗ ശബ്ദമാണല്ലോ. ഇതിന്റെ ചോദ്യം എന്തായിരിക്കും? കഹ കൗ. കഹ കൗ. ഇവിടെ ഏത്തേ വരുമ്പോൾ കേ എന്ന് വരും ചോദ്യം. ഇവിടെ കൗ, ഇവിടെ കഹ. കഹ കൗ കേ. അപ്പൊ ഏതൗ കൗ, ഈ രണ്ടുപേരാരാണ്? അപ്പം ആചാര്യൻ ശിഷ്യൻ പറയാണ് ഏതൗ തന്തുവായൗ. തന്തുവായൗ. തന്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി, നൂല്. നൂല് വെച്ച് തുന്നുന്നവർ, തുന്നൽ, തെയ്യൽക്കാരനെയാണ് നമ്മൾ തന്തുവായഹ എന്ന് പറയും. തന്തുവായഹ. തന്തുവായഹ വയതി. വയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുന്നുന്നു. അതുകൊണ്ടാണ് തന്തുവായഹ. ഇവിടെ തന്തുവായൻ രണ്ടുപേരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്യൂതഹ സ്യൂതൗ എന്ന് പറഞ്ഞതുപോലെ തന്തുവായഹ തന്തുവായൗ. അപ്പൊ ഇവര് ആരാണ്? ഏതൗ തന്തുവായൗ. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ഏതൗ കിം കുരുതഹ. കുരുതഹ എന്നുള്ള പദം നമ്മൾ നോക്കിയിട്ടില്ല, അത് പിന്നീട് നോക്കാം. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ വയതഹ എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. വയതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ഈ വർത്തമാന കാലത്തിന്റെ വയതിന്റെ രണ്ടാമത്തെ ദ്വിവചനം വരുമ്പോൾ എന്തായിരിക്കും വരിക? വയതി വയതഹ. വയതി വയതഹ വയന്തി. ദ്വിവചനം വരുമ്പോൾ വയതഹ. അപ്പോ ഏതൗ
വസ്ത്രാണി വയതഃ. ഏതൗ ഈ രണ്ടുപേര് വസ്ത്രാണി വസ്ത്രങ്ങൾ വയതഃ തുന്നുന്നു. അപ്പം ഇനി അടുത്ത ചോദ്യം, കീദൃശാനി വസ്ത്രാണി വയതഃ, എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് അവർ തുന്നുന്നത്? അമൂല്യാനി വസ്ത്രാണി വയതഃ, അമൂല്യങ്ങളായ വസ്ത്രങ്ങൾ തുന്നുന്നു. ശരി, ഇനി ചോദിക്കുകയാണ്, ആചാര്യൻ ചോദിക്കുകയാണ്, തവ കാനി വസ്ത്രാണി പ്രിയാണി, ഇഷ്ടം. തവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക്, കാനി വസ്ത്രാണി ഏത് വസ്ത്രങ്ങളാണ്, പ്രിയാണി പ്രിയങ്ങൾ, ഇഷ്ടം. അപ്പൊ ശിഷ്യൻ പറയാണ്, കാർപ്പാസീയാനി വസ്ത്രാണി മമ പ്രിയാനി. കാർപ്പാസീയാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ, കാർപ്പാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ. അപ്പൊ കോട്ടൺ വസ്ത്രങ്ങളാണ് എനിക്ക് പ്രിയങ്ങൾ. മമ മിത്രസ്യ ഔർണം വസ്ത്രം പ്രിയം. മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ, മിത്രസ്യ മിത്രൻ്റെ, ഫ്രണ്ടിൻ്റെ എന്താണ്, ഔർണം വസ്ത്രം, ഈ വുളൻ ക്ലോത്ത്സ് ഉണ്ടല്ലോ, അതിനെന്താ മലയാളത്തിൽ പറയാ, വൂള് കൊണ്ടുണ്ടാക്കിയേ, ഈ തണുപ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ, കമ്പിളി, കമ്പിളി, അങ്ങനത്തെ വസ്ത്രമാണ് പ്രിയം, എനിക്ക് അങ്ങനത്തെ വസ്ത്രമാണ്. ഊർണനാഭഹ നമ്മൾ കണ്ടുവല്ലോ അല്ലേ, ഔർണം വസ്ത്രം പ്രിയം, പ്രിയം ആണ് എന്ന് പറയാണ്. ശിഷ്യൻ പറയാണ്, ഏതേ ചിത്രകാരാഹ, ഇവരാരാണ്, ചിത്രകാരന്മാര്. ശരി, അപ്പൊ ചോദ്യം വരികയാണ്, ഏതേ കിം കുർവന്തി, എന്ത് ചെയ്യുന്നു അവര്? ഏതേ സുന്ദരാണി ചിത്രാണി ലിഖന്തി, സുന്ദരമായ ചിത്രങ്ങൾ എഴുതുന്നു. തേ കേ, ഇപ്പൊ നമ്മൾ മുകളിൽ കണ്ടു അല്ലെ, തേ, തേ കേ. ഇനി ബഹുവചനത്തിലേക്ക് വരികയാണ്. തേ കേ, അവരാരാണ്? തേ ഹരിണാഹ, ഹരിണാഹ, ഹരിണഹ മാൻ, ഹരിണാഹ മാനുകൾ. ഹരിണാഹ തേ കിം കുർവന്തി, അവരെന്താ ചെയ്യുന്നത്? തേ ഹരിതാനി തൃണാനി കാദന്തി. പുല്ലുകൾ, എങ്ങനെയുള്ള പുല്ലുകളാണ്? ഹരിതാനി, പച്ച പച്ച പുല്ലുകൾ അവർ തിന്നുന്നു. ശരി, ഇനി ആചാര്യൻ ശിഷ്യനോട് ചോദിക്കാണ്, ത്വം കിം കരോഷി, ത്വം നീ, ത്വം എന്ന പദം നമ്മൾ കണ്ടിട്ടുണ്ട്. ത്വം കിം കരോഷി, ത്വം കിം കരോഷി. ത്വം എന്ന് വരുമ്പോൾ കരോഷി എന്ന് വരും. കുംഭകാരഃ ഘടം കരോതി എന്ന് വന്നു. പിന്നെ അതിൻ്റെ കുംഭകാരാഹ ബഹുവചനം വരികയാണെങ്കിൽ കരോതി എന്ന് പകരം കുറുവന്തി എന്ന് വരും. ഇത് നമ്മൾ പിന്നീട് കാണും, കുറുവന്തി. ഇനി അതേ ധാതു തന്നെ ത്വം വരുമ്പോൾ ത്വം കിം കരോഷി എന്ന് ചോദിക്കുകയാണ് ആചാര്യൻ. എന്തായിരിക്കും ഉത്തരം? അഹം സാഹിത്യം പഠാമി. അഹം സാഹിത്യം, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യം പഠാമി. ഇല്ലെങ്കിൽ അഹം വിശന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഭോജനം ഖാദാമി. അല്ലെങ്കിൽ കരോതി വെച്ചിട്ട് ഭോജനം കരോമി. കരോഷി ത്വം വരുമ്പോൾ ഭോജനം നമ്മൾ അഹം വരുമ്പോൾ കരോമി. അഹം ഭോജനം കരോമി. ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ രണ്ടുപേര് യുവാം കിം കുരുഥ, ഇത് നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. യുവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേര്. യുവാം, ത്വം യുവാം, യുവാം രണ്ടുപേര്. ഇപ്പൊ യുവാം കിം കുരുഥ എന്ന് വരും. കുരുഥ. ത്വം അഹം വരുമ്പോൾ കരോമി, ത്വം വരുമ്പോൾ കരോഷി, തന്തുവായഃ കരോതി, തന്തുവായാഃ കുറുവന്തി, യുവാം കുരുഥ. കുരുഥ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ? അപ്പോൾ ഉത്തരം പറയാണ്, ഞങ്ങൾ രണ്ടുപേർ. ആചാര്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേർ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഉത്തരം നമ്മൾ രണ്ടുപേർ, അതായത് ആവാം. നമ്മൾ രണ്ടുപേർ
ആവാം ആവാം. രണ്ടുപേർ എന്താ ചെയ്യണേ? ഗീതം പാടുന്നു. ഗീതം ഗായതി, ഗായകഃ ഗായതി. ആവാം ഗായാവഹ. ഇത് നമ്മൾ പഠിച്ചായിരുന്നു. ആവാം ഗീതം ഗായാവഹ. ഇപ്പം ഇത് വയം എന്ന് വരുമ്പോൾ എന്ത് വരും? നമ്മളെല്ലാവരും. ഇത് ഞങ്ങൾ രണ്ടുപേര്. വയം ഗീതം ഗായാമഹ. മഹ ഗായാമഹ. ശരി. ഇനി ചോദിക്കുകയാണ് ആചാര്യൻ യൂയം. യൂയം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും. യൂയം നിങ്ങളെല്ലാവരും. അവസാനം, ക്ലാസ്സിൻ്റെ അവസാനമാണ് അദ്യ. അദ്യ ഇന്ന്. നമ്മൾ കണ്ടായിരുന്നു ഈ പദവും. ഇന്ന് പഠിതാൻ ശബ്ദാൻ സ്മരത. ഇന്ന് പഠിച്ച ശബ്ദങ്ങളെ ഓർക്കുന്നുണ്ടോ? അപ്പം ഉത്തരം പറയാണ് തഥൈവ. തഥൈവ, അല്ലെങ്കിൽ നമുക്ക് ആം എന്ന് പറയാം. തഥൈവ, അതുപോലെ തന്നെ നിങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. തഥായവ. അല്ലെങ്കിൽ ഓർമ്മയുണ്ട് എന്ന് പറയാൻ ആം എന്നും പറയാം. ആം. ഇതെന്നെ കുറച്ച് കൂടുതൽ കട്ടിയായെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.